അരി നമുക്ക് ഹോൾസെയിൽ എടുക്കാം. 10 ചാക്കെങ്കിലും വേണ്ടേ? എന്തിനാ പുതിയ ബുക്കിംഗ് ഇല്ലെങ്കിൽ 1 വർഷം പട്ടിണി എടുക്കണ്ടല്ലോ. നാടകമൊന്നുമില്ലേ കനകാമ്പര? പിന്നെ ഇന്ന് ഡബിളാ. ആദ്യം കണ്ണൂര് പിന്നെ തിരുവനന്തപുരം. നോക്കുന്നുണ്ട്, ഒരു വേല കാണിച്ചുതരാം. മിണ്ടരുത്. കനകന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് അങ്ങേരൊന്ന് അറിയട്ടെ. എന്നെ പലിശക്കാരുടെ മുമ്പിൽ എങ്ങാനും ചെന്ന് പെടും. പിന്നെ അരി സാമാനങ്ങൾ വാങ്ങുന്ന കാര്യം ഗോപി. എന്തൊരു ചൂട്. അവിടെ നിന്ന് തരുന്ന പഴയ സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് കേടാക്കണ്ട. നമ്മൾ ഐസ്ക്രീമും ചിക്കനും തിന്നാൻ പോകുന്നല്ലേ. ഐസ്ക്രീമും ചിക്കനും എന്ത് കോമ്പിനേഷൻ ആണാ പോത്തെ? കള്ളം പറഞ്ഞാൽ യോജിപ്പോടെ പറയണ്ടേ? ഭാരതി കുട്ടിയെ വിളിച്ചോണ്ട് വരുന്നുണ്ടോ? അതെ, കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കണ്ട. അവളുടെ മുത്തശ്ശനല്ലേ. അത് ന്യായം. ഓ അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? ശരി, ഒരു വിലയില്ലാത്ത അമ്മായിച്ചന്റെ സ്നേഹവും വാങ്ങിച്ചോണ്ട് നീ വീട്ടിലേക്ക് ചെല്ല്. ഒത്തിരി വിലയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓട്ടോ മീറ്ററിട്ടോ കടമല്ല. നൗട്ടിയെ നല്ല ചൂടന. അമ്മൂട്ടിയുടെ മുത്തശ്ശനെ പോലെ. എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കുട്ടി. പിച്ചക്കാരനായ തന്തയായാലും സ്വന്തം മക്കൾ നല്ല നിലയിൽ എത്തണമെന്നാവും ഓരോ രക്ഷകർത്താവും മോഹിക്കുക. ഒരുപാട് കണക്കുകൂട്ടലുണ്ടായിരുന്നു മനസ്സിൽ. അതൊക്കെ തെറ്റിയപ്പോ കൈമളാശാൻ സഹിച്ചില്ല. നിന്നെ എനിക്കിഷ്ടാ. നല്ല ആർട്ടിസ്റ്റാ. പരിപ്പര, ഉഴുന്ന് 3, സൂചി 5, കായം 4, കാലോ? ആ കാല്, പഞ്ചസാര 5, റവ 6, ഏലക്ക 700. കൂട്ടിയോ? കൂട്ടി. കനകോ, ഇത് കടവല്ലേ? അല്ലെന്നേ. എന്നാ ബാക്കി പോരട്ടെ. ചുവന്നുള്ളി 2, വെളുത്തുള്ളി 1/2, ശർക്കര 5, കടുക് 3 കിലോ. 3 കിലോ കടുകോ? ആയുഷ്കാല പർച്ചേസാ. തൂര 3, വെല്ലം 2, ഹോർലിക്സ് 3, പിയേഴ്സ് 5. അല്ല, പിയേഴ്സ് ഒരു 10 എണ്ണം പോരട്ടെ. കനക കഥം പറയൂട്ടോ. കൊറേ നേരായില്ലോ തുടങ്ങിയിട്ട്. ഇനിയും മിണ്ടിയ ഇത് കണ്ടോ, തിരികെ കേട്ടി ഞാൻ. ഇവന്മാരെവിടെയും വന്നോ? ഹൈ, വൃത്തികെട്ടത്. ഒരു കാര്യം പറയാനാ. അയ്യേ, ഇത് മറ്റേതാ. തളാങ്കു തിരികരുതോ? എടോ, താൻ കൊറേ നേരം തുടങ്ങിയിട്ട് എന്താ വിളിച്ചെന്നെ? അയ്യോ, എന്റെ പൊന്നു പ്രഭാകരേട്ടാ, നിങ്ങളെ പറഞ്ഞതല്ല. ഓ അവരെ പോയോ? സോറി ട്ടോ, ടൈം പിടിക്കാം. അയ്യോ, ഗോപാലനല്ലേ? അണ്ണാനും മരഞ്ചാടിയൊന്നും അല്ല. കടത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ. തച്ചോളി മാണിക്കോത്ത് ഒതേലക്കുറിപ്പ്. അംഗം കുറിക്കാൻ വന്നേണ്. വിളിയടി ഇവിടുത്തെ അപ്പിയ. ആരെ? കനകാംബര കുറിപ്പിന. എന്താണാവോ കാര്യം? എന്റെ ഉടപ്പിറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം വീട്ടണം. അണ്ണൻ എന്താ പ്രാന്തുണ്ടോ? ഉണ്ടടി, നിന്റെ മാപ്പിളക്കി. കനകാംബരം ഭ്രാന്താശുപത്രി കാണിച്ചു കൂട്ടിയതല്ല. സങ്കീർത്തനെന്ന് സൗവർണിയെന്ന് എന്തായിരുന്നു യാതിന്റെ ദിലീപ് വ്യാധി വരെ എന്നെ വിളിച്ച് പറഞ്ഞു. മാർക്കാണ്ട ഗോപാലന്റെ ഉടപ്പിറന്നാക്കി ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്റെ ചങ്ക പോന്നു. ഉടപ്പിറന്നോളെ കുറിച്ച് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിളിച്ചോണ്ട് പോ. ഗ്യാപ്പ് ഗോപാല. വേണ്ടി വന്നാ കൊണ്ടുപോകും. അതെ, 2 സ്റ്റേറ്റ് അവാർഡുകളാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കണ. നീ ഒറ്റ ഒരുത്തനാണ് ഇവളെ ഭാവി തൊലച്ച പോള. പറഞ്ഞാളെ, നീ ഒന്ന് പറ്റുന്നരുത്. നിന്റെ മാർക്കറ്റൊന്നും ഇടിഞ്ഞിട്ടില്ലടി. കണ്ണൂർ വാസൂട്ടി MC കട്ടപ്പന ഇപ്പോഴും വെയിറ്റിംഗില്ല. നിന്നെ കെട്ടായി. അതറിയാടാ എനക്ക്. നാടകം ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. അഡ്വാൻസ് കേട്ടാൽ മീനിനെ കണ്ട പൂച്ചയെ പോലെ അവൻ ചാടി വീഴും. വണ്ടിക്കകത്ത് അവനെ മുൾസീറ്റിൽ കയറ്റിയിരുത്തണം. കയറിയിരുന്നാലുള്ള ഡോറടച്ച് താനും കയറിയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒച്ച ചെയ്യുന്നത് പോലെ ഓടിക്കണം. അങ്ങനെയാണല്ലോ ഞാൻ ഓടിക്കുന്നത്. അതറിയാം. അതുകൊണ്ടാണല്ലോ എടുത്തു പറഞ്ഞത്. നോറിൽ പറപ്പിക്കണം. ദൈവമേ, ഞങ്ങള് വണ്ടിക്കകത്ത് കാണും. മനസ്സിലായോ? മനസ്സിലായേ. എന്നാ വേഗച്ചല്ലേ ആ സ്വന്തം മത്സ്യത്തെ ചൂണ്ടയിൽ കൊടുത്തിട്ട് വാ. ചൂണ്ട തന്നില്ല. പോ. കനക, സത്യം പറ, പെട്ടെന്നൊരു സദ്യ ഒരുക്കാം. എന്താ ഇതിന്റെ ഗുഡൻസ്? ഇന്ന് എന്റെ 5ാം ഡെത്ത് ആനിവേഴ്സറി അല്ലേ, അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിയിട്ട്. ഡെത്ത് ആനിവേഴ്സറിയോ? ഞാൻ ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് ഇന്ന് 5 വർഷം തികയല്ലേ. പട്ടിയുണ്ടോ? ഫിലിപ്പോസ് ഉണ്ട്. ആരാ? പട്ടിയുടെ പേരാ ഫിലിപ്പോസ്. അല്ല, നിന്റെ അപ്പന്റെ പേര്? ആരാ? എവിടെന്നാ? കുറച്ച് വടക്കുന്ന് ഒരു ബുക്കിങ്ങിന് വേണ്ടി വന്നു. അഡ്വാൻസ് കൊണ്ടുവന്നു എന്റെ അപ്പനെ വിളിക്കുക നീ. സ്റ്റോറി കൃഷ്ണ, ഇന്നത്തെ കണി കൊള്ളാം. അഡ്വാൻസ് വരണ വഴിയേ. വരണം. ശാകുന്തളമാണ് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ്. ഡേറ്റ് ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഭാരതിയോടൊന്ന് ചോദിക്കട്ടെ. ഭാരതി, രജിസ്റ്റർ ബുക്ക് എടുത്തോളൂ. രജിസ്റ്റർ ഒന്നും നോക്കാനില്ല, എനിക്ക് മനപ്പാടമാ ഫുള്ളാ. എന്നാലും ഒന്ന് നോക്കിക്കളയാം. ഇത്രയും ദൂരെ നിന്ന് വന്നതല്ല. കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. കാറുണ്ടേ, ഒന്ന് അവിടെ വരെ വരാവൂ. പിന്നെന്താ,
അഹങ്കാരം എനിക്ക് ലേശമില്ല. ഡേറ്റ് ഉണ്ട്. ഭാരതി, ഞാൻ പോയി അഡ്വാൻസ് വാങ്ങി വേഗം വന്നേക്കാം. തേങ്ങ ചിരട്ടിക്കുള്ളൂ, ഞാൻ വന്നിട്ട് പിഴിഞ്ഞാൽ മതി. ആദ്യം ഞാൻ ഇതിനെ ഒന്ന് പിഴിയട്ടെ. സെക്രട്ടറി, ഈ പരിപാടി വടക്കുന്നാവുമ്പോ നമുക്ക് എത്ര രൂപ പറയാം? ഒരു 8,000. 18,000. ഞങ്ങളുടെ ഇപ്പോഴത്തെ റേറ്റ് 18 പറഞ്ഞല്ലോ, നമുക്കത് റൗണ്ട് ചെയ്ത് 20 ആക്കാം. 2 ചേട്ടന് ഞാനതൊക്കെ തീരുമാനിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. വരുന്നുണ്ട്. വരട്ടെ. കയറും മുമ്പില്. വണ്ടി AC ആണോ? AC ആണ്. എനിക്ക് കുഴപ്പമില്ല, വേർത്ത ഗ്ലാമർ പോവേ. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ. അയ്യോ, എന്നെ പീഡിപ്പിക്കുന്നേ, രക്ഷിക്കണേ. ഉണ്ടോ? നിങ്ങളൊക്കെ ആരാ? കാന്തപുരം പ്രദേശ് കേട്ടിട്ടുണ്ടോ ഈ പേര്? ഓ, കത്ത്. കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള കാന്തപുരം കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരാ ഞങ്ങള്. ബുദ്ധിരാക്ഷസനെന്നും അഭിനവ ചാലക്യൻ എന്ന് പറയപ്പെടുന്ന ഉപേന്ദ്രവർമ്മയാണ് നാം. കരുത്തിന്റെ കാര്യത്തിൽ മഹാഭാരതത്തിലെ ഭീമനെയും വെല്ലുന്ന വീരശൂര പരാക്രമി രാധാകൃഷ്ണവർമ്മയാണ് നോമും. ഉണ്ണിയെ കണ്ടാൽ അറിയാമോ ഉരുളപ്പഞ്ഞം. ഭീമനും ചാണക്യനും സമ്മതിച്ചു. ആട്ടെ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഊരുരുട്ടാതി പിറന്ന ഒരു കാഞ്ചന ലക്ഷ്മി, നിതർമ്മം മറയ്ക്കുന്ന കാർകൂന്തൻ, ചെമ്പകപ്പൂവിതൽ തോക്കുന്ന നിറം, നീണ്ടിടപ്പെട്ട മിഴികൾ, പവിഴാധരങ്ങൾ. നിർത്ത്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മഹാരാജാവേ. ഞാനേ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുടെ പിതാവാ. സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഓ, രാജകുമാരിക്ക് പറ്റിയൊരു ചരക്ക്. ഞങ്ങളുടെ രാജകുമാരിക്ക് സംബന്ധം ആലോചിക്കാനല്ല, പൂരപ്പുറമിൽ നാടകം നടിച്ചു നടന്ന നിന്നെ തരുവതോ. നീ ആദ്യം കാര്യങ്ങൾ അറിയാ. എന്നാ വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഈ കാഞ്ചലക്ഷ്മി പണ്ട് ബാല്യവിവാഹം കഴിച്ചതാ സൂര്യനാരായണൻ എന്ന മുറപ്പയ്യനെ. കുട്ടിക്കാലത്ത് തന്നെ സൂര്യനാരായണനെ കാണാതായി. ഈ നാട് മുഴുവൻ തേടി, ഇതുവരെ കിട്ടിയില്ല. എന്ന വർഷം ഇത്രയായിട്ടും കാഞ്ചനലക്ഷ്മി വിവാഹം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. അത് കാരണം കൊട്ടാരത്തിലെ അവകാശികളായ ഞങ്ങൾക്കൊന്നും 10 പൈസ കൈ കിട്ടിയിട്ടില്ല. സൂര്യനാരായണനെ കണ്ടുപിടിച്ചു കൊടുത്താൽ റാണി സന്തോഷവതിയാവും, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കോന്നലെ മുമ്പ് കൊണ്ട് നിർത്തി ഇതാണ് നിന്റെ സൂര്യനാരായണൻ എന്ന് പറഞ്ഞാൽ റാണി വിശ്വസിക്കില്ല. അപ്പൊ അതിന് യോജിച്ച ഒരാളെ വേണം. തപ്പി നടന്നു, കണ്ടുപിടിച്ചു നിന്നെ. ശാകുന്തളം, പഴശ്ശിരാജ, വിക്രമാദിത്യൻ, സമ്പൂർണ്ണ രാമായണം, ഇതിലേത് വേണമെങ്കിലും കളിക്കാം. സൂര്യനാരായണ ചരിതം ഡേറ്റ് ഇല്ല. ഞങ്ങൾക്ക് ട്രൂപ്പ് വേണ്ട, നിന്നെ മാത്രം മതി. നിന്നെ. നീയാണ് ഞങ്ങളുടെ സൂര്യനാരായണൻ. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വീടറോ, എനിക്ക് പോണം. വണ്ടി റെഡിയല്ലേ? എവിടെ അഡ്വാൻസ് കൊണ്ടുവന്ന ഡ്രൈവർ? സോറി, ഒരുപാട് പ്രതീക്ഷിച്ചു അല്ലേ? നിങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. വയ്ക്കോ, പോകും മുമ്പേ 25,000 ഇവിടെ എണ്ണി വെക്കണം. എന്തിന്? ആയുഷ്കാല പർച്ചേസ് നടത്തിയില്ലേ, അത് ഞങ്ങൾ തന്ന കിഴിപ്പണം കൊണ്ടാ. അയ്യോ, നോക്ക്, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചേരി തമ്പുരാക്കന്മാര്. ഒരേ ഒരു ദിവസം നീ ഞങ്ങളുടെ കൂടെ വാ. റാണിയുടെ മുമ്പിൽ സൂര്യനാരായണനായിട്ടൊന്ന് വേഷമിട്. 10 വർഷം നീ നാടകം കളിച്ചാൽ കിട്ടാത്ത പണം ഞങ്ങൾ തരാം. 3 ലക്ഷം. 3 ലക്ഷം? അതെ, 3 lakhs. മിണ്ടരുത്. തട്ടയിലുള്ള അഭിനയം മാത്രം മതി. കണ്ടകശനിയാണെന്നുള്ള ചിന്ത പോലും ഇല്ല. ഓരോ പുലിവാരികളും പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഏ? നീ ഇങ്ങോട്ടിരുന്നേ. മഹാലക്ഷ്മി വന്ന് മുട്ടി വിളിക്കുമ്പോ പോന്ന് പറയരുത്. പലിശക്കാരെ മുഴുവൻ സെറ്റിൽ ചെയ്ത് പണയം വെച്ചിരിക്കുന്ന നിന്റെ ആഭരണങ്ങൾ എടുത്താലും ബാക്കി ഉണ്ടാവും 90,000 രൂപ. അത് നമുക്ക് അമ്മൂട്ടിയുടെ പേരിൽ FD ഇടാം. വേണ്ട. നിങ്ങളുടെ FD ആ രാജകുമാരിയെ കാണുമ്പോ ഓന്തിനെ പോലെ നിങ്ങളുടെ നിറം അറിയാലോ. കലാകാരനല്ലേ, റിസ്കാ. ശരിയാ. ഇവളുടെ അനുവാദം വാങ്ങിയിട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഈ പ്രതിസന്ധി കനകാംബരനെ തരണം ചെയ്തേ പറ്റൂ. മുങ്ങാം. ഇത് സിനിമാ മേക്കപ്പ് മാൻ ജയചന്ദ്രൻ. നമസ്കാരം. എന്റെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റും. ഇത് സിനിമാ കോസ്റ്റ്യൂമർ മനോജ് ആലപ്പുഴ. ഈ പഴഞ്ചീലയൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിപ്പിക്കും. ഈ രാജാപ്പാട്ടിന്റെ കിരീടവും ആടയാഭരണങ്ങളൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. എടുത്തിരുന്നെങ്കിൽ അതിന്റെ വാടക കൂടി കിട്ടിയത്. നിന്റെ ഉണക്ക നാടകത്തിലെ രാജാപ്പാട്ട് കൂടലിത്. കാന്തപുരം കൊട്ടാരമാണ് അരങ്ങ്. ഇത്തിരി കാശിന് കുറവുണ്ടെന്ന് കരുതി ഒരു 1-ാം തരം ഡ്രാമ ആർട്ടിസ്റ്റിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വണ്ടി? നിക്ക് എടോ മണ്ടച്ചാരെ, നിന്റെ രാജാപ്പാട്ട് അസലായതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നെ തന്നെ തേടി വന്നത്. കൂൾ ഡൗൺ കറുക. വാ, നമുക്ക് സൂര്യനാരായണ. തട്ടേന്നുള്ള ശീലമാ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. തെലുങ്ക് ദേശത്ത് രാജമന്ത്രിയിൽ ക്രാന്തി പാലസ് എന്നൊരു കൊട്ടാരമുണ്ട്. അവിടെ നിന്ന് പണ്ടൊരു രാജകുമാരൻ നമ്മുടെ കൊട്ടാരത്തിലേക്ക് രത്നവ്യാപാരത്തിന് വന്നു. വന്നവൻ സുന്ദരൻ സുമുഖൻ.
കുറെ രത്നങ്ങൾ ഇവിടെ തള്ളിയിട്ട് ഞങ്ങളുടെ പെങ്ങളെയും കൊണ്ട് അവൻ മുങ്ങി. അതിന്റെ പേരിൽ രണ്ട് കൊട്ടാരങ്ങളും തമ്മിൽ കുറെ കാലം ഉടക്കിലായിരുന്നു. എന്നാൽ സുഭാഷിണിക്ക് ഒരു കുഞ്ഞ് ജനിച്ചതോടെ എല്ലാം കോംപ്രമൈസായി. അങ്ങനെ പെങ്ങള് തിരിച്ചെത്തി. അന്നത്തെ കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി സൂര്യനാരായണനെ കാത്തിരിക്കുന്ന കാഞ്ചന ലക്ഷ്മി. ഈ നിമിഷം മുതൽ നീ കനകാംബരനല്ല, സൂര്യനാരായണ. വെറുതെയാണോ രാജാപാട്ട് കനകാംബരൻ ആളുകൾ വിളിക്കുന്നത്? കൊട്ടാരത്തിൽ കുറെ പേർ തെലുങ്കരും കുറെ പേർ മലയാളികളും. ഏമണ്ടി കിമണ്ടി എന്നൊക്കെ കേട്ടാൽ നീ മറുപടി ഒന്നും പറയണ്ട, ചീത്ത വാക്കുകളല്ല. ഈ സൂര്യനാരായണൻ തെലുങ്കനോ പഞ്ചാബിയോ? പേടിക്കണ്ട, മലയാളി. ഭാഗ്യം. പിന്നെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ഡീസന്റ് ആയിരിക്കണം. ഒരു ഗാംഭീര്യമൊക്കെ വേണം. ഇത്രയും മതിയാവൂ? അത്രയും വേണ്ട. കൊട്ടാരമല്ലേ, പലതരം പഴങ്ങളും വില കൂടിയ ഭക്ഷണങ്ങളും ഒക്കെ കിട്ടും. കൈയിട്ട് വാരരുത്. താൻ കുറെ നേരമായല്ലോ, ഞാൻ എന്താ തീറ്റി പണ്ടാരോ? അല്ല, കാണാതെ കിടന്ന് കാണുമ്പോഴേ ഞാൻ ആ ടൈപ്പ് അല്ല. ചൂടാകാത്ത കനക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. ശരി, എല്ലാം ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കരുത്, ഒറ്റ ദിവസം കൊണ്ട് കാര്യം നടത്തി വൈകുന്നേരം എന്നെ തിരിച്ചു വിടണം. അതേറ്റു. എന്നാൽ സാക്ഷാൽ സൂര്യനാരായണൻ പുറപ്പെട്ടോളൂ കൊട്ടാരത്തിലേക്ക്. ഇന്ന് തന്നെ നിന്നെ റാണിയുടെ മുമ്പിൽ എത്തിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് റാണിയുടെ ജന്മനാളാണ്. റാണിക്ക് ഞങ്ങൾ നൽകുന്ന പിറന്നാൾ സമ്മാനം. ശരി ശരി. അടുത്ത സീസണിൽ സീതയായിട്ട് ബുക്ക് ചെയ്യാം. കൊണ്ടു കൊണ്ടു റാണിയുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടു. ആ നാടം, ആ പോക്ക്, തുടക്കം ഓക്കെ. ഇനി അടുത്ത രംഗം വളരെ സൂക്ഷിക്കണം. കെട്ടിപ്പിടിക്കോ? ആരെ ആരെ? കുമാരി എന്നെ. ചിലപ്പോ അത് സംഭവിക്കാം. നടക്കില്ല. ഇപ്പഴിക്കും ഞാനിതൊക്കെ. നാടകത്തിൽ പോലും ഭാരതി അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ ദേഹത്ത് കൊട്ടില്ല, അറിയോ? വളരെ നല്ല രസമായിട്ടുണ്ട്. മോളെ കാഞ്ചനേ, അമ്മാവന്മാർക്ക് അകത്ത് വരാവോ? വന്നോളൂ. ഓ വാ. ആരാ വിളിമാമേ അത്? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ. ആര്? മോളൊന്ന് ഓർത്ത് നോക്കിയേ. അത് വരട്ടെ വരട്ടെ. കുമാരൻ. മിടുക്കി മിടുമിടുക്കി. സത്യമാണോ മാമേ? എന്താ സംശയം? നമ്മുടെ ഒറിജിനൽ സൂര്യനാരായണനാ. പാതാളം വരെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതല്ലേ നമ്മുടെ ചക്രക്കുട്ടിക്ക് വേണ്ടി. തങ്കശ്ശേരി കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയിൽ തന്നെ വളരുകയായിരുന്നു. മോള് വേഗം വേഷം മാറുക. കുമാരനെ സ്വീകരിക്കാൻ അവൾ ഒരുക്കങ്ങൾ തുടങ്ങി. സ്വീകരിക്കാൻ സേവകർ വരുന്നതാ. അർത്ഥമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അണ്ടിയും കിണ്ടിയും ഒന്നും അല്ല, സൂര്യനാരായണൻ വന്നു. ഇവൻ സൂര്യനാരായണനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. ഈ ഭൂതം തെലുങ്ക. ആ ഏരിയ ഒന്ന് സൂക്ഷിച്ചോണം. എന്താ പെയിന്റ് അല്ല, പാല്. പശുവിന് കറന്നെടുക്കുന്ന സാധനം. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇത് കാല് കഴുകാതെ ഉപയോഗിക്കും. അയ്യോ മഴ. മഴയല്ലടാ, പനിനീര് കളിച്ചാ. ഹായ്, നല്ല രസം. എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? റാണി വരുന്നുണ്ട്. അയ്യോ, എന്നെ തൊട്ടു. പിടിച്ചെഴുന്നേക്ക്. എന്റെ ഭാരതി. തൊഴിലിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷായി. ഞാൻ
വന്നത് വെറുതെ ആയില്ലല്ലോ. എന്നെ കാഞ്ചന ലക്ഷ്മി ഒന്ന് വിളിക്കോ? ഞാൻ ഈ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കാൻ വേണ്ടിയാ കുമാരൻ അങ്ങനെ വിളിച്ചതല്ലേ? പറയാനും കേൾക്കാനും നമുക്ക് ഒത്തിരി ഉണ്ടാവും. കുമാരൻ ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, എല്ലാത്തിനും സമയമുണ്ടല്ലോ. ത്രിപുരസുന്ദരി, കുമാരി അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. രാജകുമാരൻ പള്ളി നീരാട്ടും പള്ളി ഉറക്കവും പള്ളിക്കഞ്ഞും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരും. എങ്ങനെയുണ്ട് സംഗതി? ഒത്തോ? ഒരുപാട് ഓവറാക്കണ്ട.